ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? രേവതിയുടെ സ്വർണം കൊണ്ട് ശ്രുതിക്ക് പണയം വയ്ക്കാൻ കൊടുക്കുന്ന ചന്ദ്രമതിയുടെ കള്ളത്തരാണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ കണ്ടത്. ആ സമയത്ത് ചന്ദ്രമതി സ്വർണ്ണം എടുത്തിട്ടുള്ള സഞ്ചിയും കൊണ്ട് പോകുമ്പോൾ രേവതിയായിട്ട് കൂട്ടിമുട്ടുകയും അങ്ങനെ രേവതിയുടെ കയ്യിലുള്ള കവറും ചന്ദ്രമതിയുടെ കയ്യിലുള്ള കവറും തമ്മിൽ മാറുകയും ചെയ്തു. എന്നിട്ട് രേവതിയുടെ ബ്ലൗസ് ചന്ദ്രമതിയുടെ കവറിലും ചന്ദ്രമതിയുടെ സ്വർണ്ണാഭരണങ്ങൾ രേവതിയുടെ കട്ടെടുത്ത സ്വർണ്ണാഭരണങ്ങൾ രേവതിയുടെ കവറിലായിപ്പോയി. എന്നിട്ട് ശ്രുതി അത് പണയം വെക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ രേവതിയുടെ ബ്ലൗസാണ് കിട്ടിയത്. അപ്പോൾ അവൻ അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ചന്ദ്രമതി ഇത് കണ്ടുപിടിച്ചിട്ട് ഈ കവറും കൊണ്ട് പുറത്തിറങ്ങി നിൽക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ കൊണ്ടു കൊടുക്കുക ശ്രുതിക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചി കവറുമ്മ പിടിവേലി കൂടുന്ന സമയത്താണല്ലോ ശ്രുതി വരുന്നത്. അപ്പോൾ ശ്രുതിനെ കണ്ടപ്പോൾ ചന്ദ്രമതി രക്ഷപ്പെട്ട ആശ്വാസത്തിൽ വേഗം തന്നെ കവർ കൊണ്ടുപോയിട്ട് ശ്രുതിയുടെ അടുത്ത് കൊടുക്കുക, അത് കൊണ്ടുപോയി കൊടുക്ക് പറഞ്ഞിട്ട് നിൻ്റെ ബ്ലൗസ് പറഞ്ഞിട്ട് രേവതിയുടെ ഈ കവർ കൊണ്ട് കൊടുക്കുക. അപ്പോൾ ശ്രുതി ഇത് മേടിക്കുമ്പോൾ ചോദിക്കും, അമ്മ 5 കിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി ചോദിക്കും, എന്താ 5ൻ്റെ കാര്യം പറഞ്ഞേ, എന്താ 5ൻ്റെ കാര്യം പറഞ്ഞു നോക്കുമ്പോൾ ചന്ദ്രമതി ശ്രുതിയും കിടന്നിട്ട് ആകെ കിടന്ന് പരിങ്ങാണ്. അപ്പോൾ ചന്ദ്രമതി പറയും, 5ൻ്റെ കാര്യം പറഞ്ഞത് വേറൊന്നല്ല, 5ന് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു AC വേണം പറഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് 5ന് കിട്ടില്ല എന്നാണ് അവൻ ചോദിച്ചത്. അതെ 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 പറഞ്ഞിട്ട് ശ്രുതി അവിടെ കിടന്നിട്ട് ഉരുള്ളു. എന്നാൽ വേഗം പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പറഞ്ഞു വിടുമ്പോൾ എന്താ ഒരു വലിയ കടയുടെ ഓണറാണ് ബ്ലൗസ് അടിക്കാൻ കൊടുക്കാൻ നടക്കുന്നത്, ഇവൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ ആ ടോപ്പിക്ക് അവിടെ ക്ലോസ് ആയി, രക്ഷപ്പെട്ടു തൽക്കാലം കേട്ടോ. അത് കഴിഞ്ഞു രേവതി അടിപൊളി മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അതിന് മുൻപ് ശ്രുതി ഈ സ്വർണം കൊണ്ടുപോയിട്ട് വീണ്ടും പണയം വയ്ക്കുന്ന സ്ഥലത്ത് ബയലോ ചോദിക്കേണ്ടത് താൻ വീണ്ടും വന്നു, ഇപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത് ചുരിദാറാണെന്ന് ചോദിക്കുമ്പോൾ അല്ല സാർ, ഒറിജിനൽ സ്വർണ്ണാഭരണങ്ങളാണ് വണ്ടി പൊതി തുറന്നിട്ട് സാർ തുറന്നോളൂ പറയും. വേണ്ട, താൻ തന്നെ തുറന്നാൽ ആദ്യം വേണ്ടി പൊതി തുറന്നിട്ട് ആഭരണങ്ങൾ കാണിച്ചു കൊടുക്കുക, ഇതെല്ലാം ഗോൾഡാണ്, ഒന്നും ഇതില്ല എന്ന് പറയും. അപ്പോൾ അയാൾ പറയും ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ നോക്കുന്ന സമയത്ത് സാർ ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ അതിൻ്റെ ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ പറഞ്ഞിട്ട് എല്ലാ ആഭരണങ്ങളും നിരത്തി വെച്ചിട്ട് ശ്രുതി അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ശരി സാർ ഇനി വെച്ചോളൂ പറയും. അപ്പോൾ വെക്കുമ്പോൾ അയാൾ പറയും, അതെ ഇതിന് 5 ലക്ഷം രൂപ കിട്ടില്ല, 4 ലക്ഷത്തി സംതിങ് രൂപ കിട്ടില്ല, വിൽക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപയിലും കൂടുതൽ കിട്ടുമെന്ന് പറയും. അപ്പോൾ ശ്രുതി അയ്യോ വിൽക്കാനോ ചോദിക്കും, വിൽക്കുകയാണെങ്കിൽ കിട്ടും, പണയം വിൽക്കുകയാണെങ്കിൽ 5 ലക്ഷം കിട്ടില്ല അവർ. എന്നാൽ ശരി വിറ്റോളൂ എന്ന് പറയും ശ്രുതി. അങ്ങനെ ആരും അറിയാതെ, സ്വന്തം അമ്മ പോലും അറിയാതെ, അമ്മയെ പോലും വഞ്ചിച്ചിട്ട് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുകയാണ് ശ്രുതി വിൽക്കും. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ വർഷ പറയാണ് രേവതിയോട്, രേവതി ചേച്ചി മീൻകറി എന്തൊരു ടേസ്റ്റോ, ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് സത്യം പറഞ്ഞാൽ അസൂയ തോന്നുന്നു രേവതി ചേച്ചി എങ്ങനെയൊക്കെ കറി വെക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് വർഷ രേവതിനെ പുകഴ്ത്താണ്. രവീന്ദ്രൻ പറയും, മോളെ മനസ്സറിഞ്ഞ് നല്ല ഭക്ഷണം കൊടുക്കണതാണ് ഏറ്റവും വലിയ മരുന്ന്, അങ്ങനെ ചെയ്യുന്ന ആളൊരു ഡോക്ടറാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്രമതി കേൾക്കാൻ പറയും, അതെ ഇനി ഡോക്ടർ രേവതി എന്നും കൂടി ഒരു ബോർഡ് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് തീരെ പറ്റില്ല. അപ്പോൾ രവീന്ദ്രൻ പറയും, ചന്ദ്രൻ നീ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കും, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയും. ചന്ദ്രയുടെ മനസ്സിൽ മുഴുവൻ ശ്രുതി പോയിട്ട് എന്തായി എന്നുള്ള ടെൻഷനാണ്. ആ സമയത്താണ് ശ്രുതി വന്ന് കയറുമ്പോൾ ചന്ദ്ര വേഗം അടുത്ത് പിടിച്ചൊക്കെ എന്തായിടാ ശരിയായി അമ്മ പണയം വെച്ചു എന്ന് പറയും. എന്താ അമ്മയും മോനും കൂടി ഒരു കുശു ഒന്നുമില്ല, ശ്രുതി നീ പോയിട്ട് റൂമിൽ ശ്രുതിൻ്റെ പോയി കൂട്ടിയിട്ട് വാ ചോറിനാൻ എന്ന് പറയാണ്, ഭക്ഷണം കഴിക്കാമെന്ന് പറയാണ് ചന്ദ്രമതി. അങ്ങനെ ശ്രുതിനെ റൂമിലേക്ക് വിടുകയാണ്. അപ്പോൾ ശരി ഞാൻ പോയി ശ്രുതിനെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി റൂമിൽ പോണു. ശ്രുതി റൂമിൽ പോയ സമയത്ത് ചന്ദ്രമതി രക്ഷപ്പെട്ട ആശ്വാസത്തിൽ വരികയാണ്, ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ശ്രുതി റൂമിൽ പോകുമ്പോൾ ശ്രുതി ഉണ്ട്. അപ്പോൾ ശ്രുതിയുടെ മുഖം കാണുമ്പോൾ ശരിയല്ലാത്ത പോലെ ഉണ്ട്. ശ്രുതിനെ കാണുമ്പോൾ ശ്രുതി ആ വാതിലടച്ച് കുറ്റിയിട്ട് എന്താ ചോദിക്കും, കുറ്റിയിടാ പറയും. അപ്പോൾ ശ്രുതി വിചാരിക്കും, ദൈവമേ ഇവളെല്ലാം അറിഞ്ഞോ, ഞാനീ കിടന്ന് ഓടിപ്പാടിഞ്ഞതും കഷ്ടപ്പെട്ടതും എല്ലാം വെറുതെ ആയോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇപ്പം വാതിലടച്ച് കുറ്റിയിടുമ്പോൾ പറയും, ശ്രുതി 5 ലക്ഷം രൂപയുടെ കസ്റ്റമർ രമേശ് പറഞ്ഞ കസ്റ്റമർ ഒന്ന് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ എടുത്തു എന്നല്ലേ ശ്രുതി എന്നോട് പറഞ്ഞ്. അതെ, അപ്പോൾ ഏകദേശം അതിൽ 1 ലക്ഷം രൂപയോളം പ്രോഫിറ്റ് കാണില്ലേ? ഉണ്ട്. അപ്പോൾ ശ്രുതി എന്താ ശ്രുതി അതിന് എന്താ ചോദിക്കുമ്പോൾ പറയും, ശ്രുതി ചിരിച്ചിട്ട് പറയും, ശ്രുതിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്നിട്ട് പറയും, ഞാൻ ഇത്രയും പ്രതിഷ്ഠിച്ച ശ്രുതിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇത്രയും വലിയ കടക്കാർ പോലും, ഇത്രയും വലിയ ബിസിനസ്സുകാർ പോലും ഒരു ദിവസം ഇത്രയും രൂപയുടെ ലാഭം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ശ്രുതിയുടെ ഹാർഡ് വർക്കാണ് ഇതിൻ്റെ പിന്നിൽ. ശ്രുതി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഐ ആം പ്രൗഡ് ഓഫ് യു ശ്രുതി, ഐ റിയലി ലവ് യു, പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ചേർത്ത് നെഞ്ചിൽ തലവെച്ച് കിടന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ശ്രുതി
പറഞ്ഞിട്ട് മോളുണ്ട് വലിയ താല്പര്യമില്ലാത്ത പോലെ. എന്നിട്ട് ശ്രുതി വെള്ളം എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും ശ്രുതി പറഞ്ഞില്ലേ നമുക്ക് ഗോവയ്ക്ക് പോകണമെന്ന്, നമുക്ക് നെക്സ്റ്റ് വീക്ക് ഗോവയ്ക്ക് പോകട്ടെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. ഗോവയ്ക്ക് പോവാം ശ്രുതി, ശ്രുതി ഒരു കാര്യം വേണ്ടിയിട്ട് ബാഗ് തുറന്നിട്ട് ഈ സ്വർണം വിറ്റതിൻ്റെ 4 ലക്ഷം രൂപ ഡീലർക്ക് കൊടുത്തതിൻ്റെ ബാക്കി 1 ലക്ഷം രൂപ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഇതാ ശ്രുതി പ്രോഫിറ്റ് 1 ലക്ഷം രൂപയാണ്, ഇത് ശ്രുതി കയ്യിൽ വെച്ച പറഞ്ഞിട്ട് ആ 1 ലക്ഷം രൂപ ശ്രുതിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇപ്പോൾ സന്തോഷവും ഇത് എൻ്റെ ഐ ലവ് യു ശ്രുതി, ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറയണം ശ്രുതി. എന്നിട്ട് പറയും ഇത് നമുക്ക് എല്ലാവരോടും പറയണം, അതിൻ്റെ ആവശ്യമുണ്ടോ ശ്രുതി? എൻ്റെ ശ്രുതിനെ കളിയാക്കാരുടെ മുമ്പിലും എൻ്റെ ശ്രുതി മിടുക്കനാണെന്ന് എനിക്ക് തെളിയിക്കണം വാ പറഞ്ഞിട്ട് ശ്രുതിനെയും കൂട്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ ശ്രുതിയും കൊണ്ട് വരുമ്പോൾ രവീന്ദ്രൻ പറയാം വന്നോ മക്കളെ ഊണ് കഴിക്കുക പറയും, ഭക്ഷണം കഴിക്കുക പറയണം. അപ്പോൾ ഭക്ഷണം കഴിക്കുക ഞങ്ങൾ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, എന്താ ചോദിക്കാൻ പറയാം എല്ലാവരും ശ്രുതിനിട്ട് കളിയാക്കിയിരുന്നല്ലോ, ഒന്നിനും കൊള്ളാത്തവനാണ്, 7 ഡിഗ്രി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഒരു ബിസിനസ് നടത്താൻ പറ്റാത്തവനാണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കിയിരുന്നല്ലോ, അതിനിപ്പോൾ എന്താ ഉണ്ടായി ചോദിക്കും സച്ചി. എന്താണ്ടായി നിന്ന് ശ്രുതി 5 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തിയിട്ട് ശ്രുതിക്ക് 1 ലക്ഷം രൂപ ലാഭം കിട്ടി എന്നിട്ട് ഈ 1 ലക്ഷം രൂപ എടുത്തിട്ട് ശ്രുതി കാണിച്ചു കൊടുക്കും. എന്തായിരുന്നു ഇവിടെ എല്ലാവരുടെയും കളിയാക്കൽ, ശ്രുതി നോക്കിക്കോ എത്രയും പെട്ടെന്ന് അടുത്തൊരു ബ്രാഞ്ചും കൂടി തുടങ്ങി മൾട്ടി മില്യണയർ ആവും ശ്രുതി, നിങ്ങളൊക്കെ നോക്കിക്കോ ശ്രുതിയുടെ വളർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാവും എന്നൊക്കെ പറയണം. അപ്പോൾ വർഷത് കേൾക്കുമ്പോൾ പറയാം സുധേട്ടൻ ഇത്രയും ഇതാക്കിയോ, കൺഗ്രാറ്റ്സ് സുധേട്ടൻ നല്ലൊരു ഇതാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അഭിനന്ദിക്കും. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി ഒന്നും ഉണ്ടല്ലോ. അപ്പോൾ രവീന്ദ്രൻ പറയും ഞാൻ ഒരിക്കലും ഇവൻ ഒന്നിനും കൊള്ളാത്തവനെന്നാണ് വിചാരിച്ചിട്ടുണ്ടെന്ന്, പക്ഷേ ഇവൻ നല്ലൊരു കാര്യം ചെയ്തു, ഇവൻ നല്ല നിലയിലെത്തുന്നത് പറയുന്നത് സന്തോഷമുണ്ട്, ഇതൊക്കെ സത്യമല്ലേ മോളേജൊക്കെ. അപ്പോൾ അത് സത്യമാണ് അങ്കിൾ എന്ന് പറയും. എന്നുണ്ടോ 1 ലക്ഷം രൂപേൻ്റെ പറയുമ്പോൾ സച്ചി പറയും അച്ഛ ഒരു ദിവസം 1 ലക്ഷം രൂപയുടെ കച്ചവടം നടത്തുമ്പോൾ അങ്ങനെ അച്ഛന് തരാനുള്ള 50 ലക്ഷം രൂപ 50 ദിവസം കൊണ്ട് അവൻ തരും അച്ഛൻ, അത് അച്ഛന് തരാൻ വേണ്ടി കൊടുക്കുന്നതാന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും അച്ഛന് തരാനൊന്നുമല്ലത് എനിക്ക് ബിസിനസ്സിലേക്ക് ഇറക്കാനുള്ള പൈസയാണ്, അങ്ങനെ ശ്രുതി കിടന്നിട്ട് പരിങ്ങണം. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഞെട്ടിത്തെറിച്ചിട്ട് ഒരാളവിടെ ഇരിക്കേണ്ട ആരാന്നറിയോ, വേറെ ആരല്ല ശ്രുതിയുടെ സ്വന്തം ചക്കര അമ്മ ചന്ദ്രമതി. അപ്പോൾ ഇവരൊക്കെ ഇത് സംസാരിക്കുമ്പോൾ വർഷ ചോദിക്കേണ്ട ആൻറ്റി ഇത്രയും വലിയൊരു കാര്യം എന്നുള്ളത് ആൻറ്റി എന്താ ശ്രുതിയേട്ടനെന്ന് അഭിനന്ദിക്കും കൂടി ചെയ്യാത്ത, ശ്രുതിയും ചോദിച്ചു ഇത്രയൊക്കെ കേട്ടിട്ട് ആൻറ്റി എന്താ ശ്രുതിയെന്ന് അഭിനന്ദിക്കും കൂടി ചെയ്യാത്ത, ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ സച്ചി പറയും അതെ അല്ലെങ്കിൽ വല്ലാതെ പൊക്കി പറയണതാണല്ലോ മോനെ എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയാം, അപ്പോൾ ചന്ദ്രമതി അല്ല വേറൊന്നുമല്ല, ഈ വിവരങ്ങളൊക്കെ അവ എന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നേ, ഞാൻ ഈ വിവരമൊക്കെ മുന്നേ അറിഞ്ഞു, നിങ്ങളിപ്പോഴല്ല അറിഞ്ഞേ, ഞാൻ അതൊക്കെ മുന്നേ അറിഞ്ഞായിരുന്നേ എന്ന് പറഞ്ഞിങ്ങനെ കിടന്ന് പരിങ്ങാണ്. അപ്പോൾ ശ്രുതിയുടെ മുഖം വാടും. അപ്പോൾ ശ്രുതിയുടെ മുഖത്തേക്കും ഞാൻ മുന്നേ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും ഇങ്ങനെ ഒരു ഷോറൂം തുടങ്ങിയിട്ട് ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രുതിക്ക് പറ്റുന്നുണ്ട്, ശ്രുതി ഇവിടെ ഒന്നും നിൽക്കില്ല, ശ്രുതി ഏറ്റവും വലിയ നിലയിലെത്തുന്ന ഒരാളെല്ലാവരും കണ്ടോ, ശ്രുതിയുടെ വളർച്ച നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും മോളിക്കാണെന്ന് പറയുമ്പോൾ ചന്ദ്രമതി രൂക്ഷമായിട്ട് ഇങ്ങനെ ശ്രുതിനെ നോക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ചെമ്പനിരിപ്പ്. പക്ഷേ ഒരിക്കലും അവരറിഞ്ഞിട്ടില്ല, മകൻ ചതിച്ചു എന്ന് അവരറിഞ്ഞിട്ടില്ല. അതിലാണ് ഇന്നത്തെ ചെമ്പനിരിപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.